നന്ദി പ്രകടനത്തിന് മുമ്പ് എൻ്റെ ഒരു ചെറിയ സഞ്ചാരാനുഭവം പറഞ്ഞു. ആന്ധ്രാപ്രദേശ്, അതായത് അവിഭക്ത ആന്ധ്രാപ്രദേശ് രണ്ടായിട്ടില്ല, തെലങ്കാന ആന്ധ്രാപ്രദേശ് രണ്ടായിട്ടില്ല. അതിന് മുമ്പ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നഗരമായ വിശാഖപട്ടണത്തിൽ നിന്നും തലസ്ഥാനമായ ഹൈദരാബാദിലേക്ക് ഇടയ്ക്കിടെ സഞ്ചരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പ്രധാന കാരണം എൻ്റെ മകൻ അവിടെ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അപ്പം ഇടയ്ക്ക് മകനെ കാണാനും അവിടെയുള്ള എന്തെങ്കിലും കുടുംബപരമായ കാര്യങ്ങൾക്കാണ് സഞ്ചരിച്ചിരുന്നത്. അത്തരം ഒരു യാത്രയിലാണ് ഹൈദരാബാദിലെ നവീന കലാ സാംസ്കാരിക കേന്ദ്രം എന്നൊരു സംഘടനയാണ് ഞാൻ പരിചയപ്പെട്ടു. നവീന സാംസ്കാരിക കലാകേന്ദ്രം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഘടന എന്നെ വിസ്മയിക്കും. ഏകദേശം എത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു വലിയ സ്കൂൾ ആന്ധ്രാപ്രദേശിലെ തലസ്ഥാനമായ ഹൈദരാബാദിൽ നമ്മുടെ മലയാളികൾ നടത്തുന്ന ഒരു വലിയ സ്ഥാപനം. ആ സ്ഥാപനമാണ്, ആ സംഘടനയാണ് മലയാള സാഹിത്യത്തിന് യുഗപ്രഭാവൻ എന്നതിനെ വിശേഷിപ്പിക്കാവുന്ന OV വിജയൻ്റെ പേരിലുള്ള ആദ്യത്തെ പുരസ്കാരം നൽകപ്പെടുന്നു. അത്തരം ഒരു അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ ആദ്യമായിട്ട് ഒരു 8 വർഷം മുമ്പ് ഭാഗ്യമുള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും എന്നെ ആ അവാർഡ് ദാനം അല്ലെങ്കിൽ ആ അവാർഡിൻ്റെ ചടങ്ങ് വിസ്മയിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ നിന്നും പല പ്രഗത്ഭരായ എഴുത്തുകാർ, ഞാൻ ആദ്യമായിട്ടാണ് ആ എഴുത്തുകാരെ കാണുന്നതും പരിചയപ്പെടുന്നത്. പ്രശസ്ത നോവലിസ്റ്റായ സേതു, ശ്രീ TD രാമകൃഷ്ണൻ, C രാധാകൃഷ്ണൻ, ഗാനരചയിതാവും കവിയുമായ ശ്രീകുമാരൻ തമ്പി, ആലങ്കോട് ലീലാകൃഷ്ണൻ, നമ്മുടെ പ്രിയ സാഹിത്യയുടെ മെമ്പർ കൂടിയായിട്ടുള്ള വൈശാഖൻ സാർ, ഇങ്ങനെ ഒരു 10ഓളം എഴുത്തുകാർ പങ്കെടുത്ത ഒരു വലിയ ചടങ്ങ്. 9,000 രൂപയുടെ OV സാഹിത്യ പുരസ്കാരം. അങ്ങനെ ആ ഒരു സഞ്ചാരം, ആ ഒരു യാത്രയിൽ എന്നെ വിസ്മയിപ്പിച്ച ഈ സംഘടനയുടെ സെക്രട്ടറി ഇന്നിവിടെ വന്നിട്ടുണ്ട്. എൻ്റെ 1-2 ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തോന്നുന്നു ഈ സംഘടനയെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നതും അദ്ദേഹം വരാൻ താല്പര്യം പ്രകടിപ്പിച്ച് ഞാനും കൂടെ വരുന്നുണ്ട് എന്ന് പറയുന്നത്. വളരെയധികം അന്ന് ഈ സംഘടനയുടെ ഈ അവാർഡ് ദാനം നടക്കുമ്പോൾ ഞാൻ നേരിൽ കണ്ടതാണ്. ആ ഇത്രയും വലിയ അവാർഡ് ചടങ്ങ് വളരെ ഗംഭീരമായി സംഘടിപ്പിച്ച് മറുനാടൻ മലയാളികളെ, ഹൈദരാബാദ് മലയാളികളെ വിസ്മയിപ്പിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ വിപിനൻ, അദ്ദേഹമാണ് ഇവിടെ ഇരിക്കുന്നത്. വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സംസാരിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ട്. അതിനുശേഷം അദ്ദേഹത്തിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, നടക്കാനും സംസാരിക്കാനും വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു സാഹിത്യ പ്രേമിയെ, ഒരു ആസ്വാദകനെ എനിക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ഈ സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറഞ്ഞെങ്കിൽ അത് ഈ സംഘടന അല്ലെങ്കിൽ എന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അപരാധമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഹൈദരാബാദിൽ ഞങ്ങളുടെ ഹൈദരാബാദ് യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ട്രെയിനിൽ വെച്ചിട്ടാണ് ബൈ ചാൻസ് ഞങ്ങൾക്കൊരു കമ്പാർട്ട്മെന്റ് പോയിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ സംസാരം സാഹിത്യത്തിനെ കുറിച്ചായി. അന്ന് ഇത്രയ്ക്ക് തന്നെ സംസാരത്തിന് ബുദ്ധിമുട്ടായിട്ടില്ല, എന്നാലും ഉണ്ട്. കുറച്ച് നേരത്തിനുള്ളിൽ സാഹിത്യത്തിനെ കുറിച്ചായി, അങ്ങനെ OV വിജയനെ കുറിച്ചായി, അങ്ങനെ ഒരുപാട് സമയം സംസാരിച്ചു. അന്ന് അതിപ്പോൾ കഴിഞ്ഞിട്ടൊരു 3-4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. 4 കൊല്ലം പോരാ, 5 വർഷം ആയിട്ടുണ്ട്. അത് ആ സമയത്ത് ഒഴിഞ്ഞിട്ടുണ്ട്, ഈ അസുഖം കാരണം ഒഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെയും സൗഹൃദം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. വിപിനൻ ഇരട്ടക്കുളങ്ങര, വടക്കാഞ്ചേരിയാണ് സ്വദേശം. തീർച്ചയായിട്ടും നമ്മൾ പണ്ട് പാലാനാരായണരുടെ ഒരു കവിത നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ താണ്ടിയും കടന്നു, അല്ലെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഹൈദരാബാദിൽ പോയപ്പോൾ, ഈ അവാർഡ് ദാനത്തിൽ പങ്കെടുത്തപ്പോൾ
ആ വരികളാണ് പല നാരായണൻ നായരുടെ പ്രസിദ്ധമായ കവിതയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയിരിക്കുന്നത്. കാരണം അത്ര ഗംഭീരമായിട്ടായിരുന്നു ആ അവാർഡ് ചടങ്ങ് അവർ സംഘടിപ്പിച്ചത്. ഒരു സാംസ്കാരിക സംഘടനയും ചെയ്യാൻ പറ്റാത്ത ഒരു ഗംഭീരമായ പരിപാടിയാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഓർഗനൈസറായിരുന്നു ശ്രീ വിപിൻ സാർ. അപ്പോൾ അദ്ദേഹം ഈ സംഘടനയിൽ സാഹിത്യം കേരളത്തിലോട്ട് വന്നത് വളരെയധികം സന്തോഷം. നന്ദി. ഞങ്ങളുടെ സന്തോഷം കൂടെ സാഹിത്യയുടെ പേരിൽ നിന്ന് രേഖപ്പെടുത്തുന്നു. സംസാരിക്കാത്ത കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ സാർ. പ്ലീസ് വരാം. 2 വാക്ക്. അവിടെ സാർ വരട്ടല്ലേ? കുഴപ്പമില്ല. അതല്ല സാർ അവിടെ നിന്ന് വടക്കഞ്ചേരി വരെ വരാലോ, അത് കുഴപ്പമൊന്നുമില്ല സാർ. എല്ലാവർക്കും നമസ്കാരം. ഈ കഴുത്തിൻ്റെ പ്രശ്നം ആണ് എൻ്റെ വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് സംസാരിക്കാനും നിൽക്കാനും നടക്കാനും എല്ലാം കുറെ ബുദ്ധിമുട്ടുണ്ട്. ഒരാളെന്നെ സഹായിക്കുന്നു. ഞാനൊരു സാഹിത്യകാരനല്ല. സാഹിത്യമായിട്ട് എനിക്ക് വളരെ ചെറിയ ബന്ധമുള്ളൂ. കിട്ടുന്ന എന്തെങ്കിലും പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പുസ്തകങ്ങൾ വായിച്ച് തീർത്തിട്ടുണ്ട്. അങ്ങനെ തൊണ്ണൂറ്റിയേഴിലെ നമ്മുടെ ഒരു ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞു, പിന്നെ അവരൊരു ഓണപരിപാടി നടക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ആ സമയത്താണ് ഞാൻ നാട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മാവനൊരു പ്രസിദ്ധീകരിക്കാരനായിരുന്നു. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് അന്നത്തെ സാഹിത്യകാരന്മാരെ കുറിച്ചൊക്കെ വലിയ അറിവുണ്ടായിരുന്നത്തെ പോലെയുള്ള ജാടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് അവരൊക്കെ പൂഹ് മകാനായിട്ട് പ്രസിൽ ഒന്ന് സംസാരിക്കും. അവർ ജോലിക്കാരൊക്കെ ആയിട്ട് അടുപ്പാണ്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിന് എല്ലാ സാഹിത്യകാരന്മാരെയും കുറിച്ചും ചെറിയ അറിവുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ ഓവി വില്യൻ ഹൈദരാബാദിലുണ്ടത്രേ, എനിക്കറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും അറിയില്ല. ഓവി വില്യൻ ഹൈദരാബാദിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ മാരപ്പള്ളിയിൽ ഓവി വില്യൻ താമസിച്ചിട്ടുണ്ട് എന്നറിഞ്ഞു. അപ്പോൾ ഈ സംഘടനയുടെ സെക്രട്ടറി ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഓവി വില്യൻ ഹൈദരാബാദിലുണ്ട്, മാരപ്പള്ളിയിലാണ്. നമുക്ക് അദ്ദേഹത്തിന് വിളിച്ച് ഒരു എന്താ പറയുക സ്വീകരണം കൊടുക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആദരം കൊടുക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ സെക്രട്ടറി അമ്മനെ വീട്ടിൽ മൊഴിയാൻ സമ്മതിച്ചു. അത് പറഞ്ഞത് എല്ലാവർക്കും വലിയ ആവേശമായി. നിങ്ങൾ അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പരിപാടിയുടെ ഇൻവിറ്റേഷൻ കഴിച്ചു. മറ്റൊന്നും പരിപാടിയാണ്. അപ്പോൾ ഇന്ന് ഓവി വിജയന് ഒരു ഔപചാരികമായിട്ട് ഈ ഇൻവിറ്റേഷൻ കൊടുക്കാൻ വേണ്ടി അവർ ചെന്നു. അത് കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് തീരെ വയ്യ, ഞാൻ വരില്ല. അത് വല്ലാതെ കണ്ട് പ്രയാസം ഉണ്ടാക്കി. പിന്നെ ഈ മൂപ്പില് ഇത് 2 വാക്ക് പറഞ്ഞാൽ പിന്നെ അതൊന്നും മിണ്ടില്ല, മിണ്ടാതിരിക്കുക. ഒന്നും നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു മൗനത്തിലാണ്. അപ്പം ആ സമയത്ത് എന്താ പറയുക, നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു, ഓവി വിജയം വരുന്നുണ്ടോ? അപ്പോൾ എന്തായാലും പറഞ്ഞ് ഇൻവിറ്റേഷൻ കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓവി വിജയനെ കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്നൊരു അത്ഭുതത്തോടെ പുള്ളി പറഞ്ഞു. അപ്പോൾ ആ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി.
ഞാനത് ഈ ഓവിൻ്റെ ബിസിനസ് ടീച്ചറോട് പറഞ്ഞു ഇങ്ങനെയാണ് അങ്ങനെ ടീച്ചർ പതുക്കെ പുറത്തേക്ക് കൊണ്ടിട്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഒന്ന് പോയിട്ട് വന്നാൽ മതി, സംസാരിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് അങ്ങനെയാണ് അദ്ദേഹത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് 2005 മൂപ്പർക്ക് മറ്റേ GHP ഏതൊരു അവാർഡ് കിട്ടിയപ്പോൾ അന്ന് പോയിട്ടായിരുന്നു വന്നു. 2005 കൂടുതൽ മേടിക്കുന്നില്ല. അന്ന് എനിക്കൊരു ആഗ്രഹമായിരുന്നു ഓടിൻ്റെ പേരിൽ എന്താ പറയുക അവാർഡ് ഹൈദരാബാദ് തുടങ്ങുന്നു. അതിൻ്റെ പേരിലാണ് നമ്മൾ പരിപാടി തുടങ്ങിയത്. അത് പിന്നെ 11 തുടങ്ങി 20 വരെ 19 വരെ 12 ദിവസം നടന്നു. അതിനിടയ്ക്ക് ഒരുവിധമല്ല പ്രമുഖരായ സാഹിത്യകാരന്മാർ ഒരുപാട് പേര് കൊണ്ടുപോയി. അവർ ഞാനിപ്പോഴും മിക്കവരായിട്ട് ഇപ്പോഴും സൗഹൃദമുണ്ട്. 20 കോവിഡ് വന്ന കാരണം 20, 21, 22 നടന്നില്ല. അത് കഴിഞ്ഞ് 21, 22 നടന്നു. വീണ്ടും പിന്നെ കമ്മിറ്റികളൊക്കെ മാറി. അപ്പോൾ കൂടുതൽ ഇതിലൊന്നും ശരിക്കും ആൾക്കാരല്ല ഇപ്പോൾ ഉള്ളത്. അതൊക്കെ ഇപ്പോൾ ഈ വർഷം അതുണ്ടാവാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. അതിന് പിന്നെ എനിക്കാണെങ്കിൽ ശാരീരിക അസ്വാസ്ഥ്യം കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ പിന്മാറിയിരുന്നു. ഇതാണ് ഓടിയ അവാർഡ്, ഹൈദരാബാദ് അവാർഡിനെ കുറിച്ച് പറയാനുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് വളരെ സഞ്ചാര സാഹിത്യത്തെക്കുറിച്ച് വളരെ ഗഹനമായ ഒരു സംവാദം തന്നെ, ഒരു ചർച്ച തന്നെയാണ് സംഘടിപ്പിച്ചത്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച യാത്രികർ, അതുപോലെ തന്നെ എഴുത്തുകാർ എല്ലാവരും പങ്കെടുത്തു. സാഹിതി നല്ലൊരു ആശയത്തിന് തുടക്കം കുറിച്ചു. ശ്രീ VG തമ്പി സാർ യാത്രയുടെ പല ഘട്ടങ്ങളെക്കുറിച്ച്, അനുഭവങ്ങളെക്കുറിച്ച്, അദ്ദേഹം ഒരു നോവലിനെക്കുറിച്ച്, നോവൽ എന്തൊരു യാത്രാവിവരണമുള്ള നോവലിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ മേഡം ശീലത മേഡം പറഞ്ഞു ഇന്തോനേഷ്യൻ യാത്രയെക്കുറിച്ച് പറഞ്ഞു, ഹിമാലയ യാത്രയെക്കുറിച്ച് കൃഷ്ണകുമാരി മേഡം പറഞ്ഞു. അങ്ങനെ പലരും പല അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമുക്കൊരു പുതിയ കാഴ്ചപ്പാട് സഞ്ചാര സാഹിത്യത്തെക്കുറിച്ച്, പുതിയ അറിവുകൾ കൂടെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വളരെ വിലമതിക്കാനാവാത്ത ഒരു മുഹൂർത്തമായിട്ട് നമുക്ക് കണക്കാക്കാം. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തക, കൂട്ടുകാരി, കുടുംബ സുഹൃത്ത് എല്ലാമായ നന്ദിനി ഞാനും വിശാഖപട്ടണം കേരള കലാസമിതി എന്ന ഞങ്ങളുടെ സംഘടനയുടെ എന്താ പറയുക ഓരോ തൂവൽ പക്ഷികൾ എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഒരു 25-30 വർഷമായിട്ട് ഞങ്ങൾ വിശാഖപട്ടണത്ത് ഒരേ സമയത്ത് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ്. കലാകേരളം എന്നൊരു മാഗസിൻ ഞങ്ങൾ 3 മാസത്തിലൊരിക്കൽ അവിടെ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്ററായിരുന്നു ഞാനും നന്ദിനിയെല്ലാം. ആ പ്രസിദ്ധീകരണം കണ്ട മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ പായിപ്ര രാധാകൃഷ്ണൻ സാർ ഒരിക്കൽ വന്ന് ഇത്രയും മനോഹരമായ പുസ്തകം നിങ്ങൾ ഈ ചെറിയ പട്ടണത്തിൽ അടിച്ചിറക്കുന്നു, അത് മലയാളം അന്നത്തെ കാലത്ത് ഇതൊക്കെ പറഞ്ഞുള്ള പ്രിന്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് കേരളത്തിൽ അച്ചടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് ഈ കലാകേരളം എന്നൊരു മാഗസിൻ ഞങ്ങളുടെ എല്ലാ അംഗങ്ങളുടെ വീട്ടിൽ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കി ഗംഭീരമായി നടത്തിക്കൊണ്ടുപോയി വിശാഖപട്ടണത്തെ മലയാളികളുടെ കലാ, സാഹിത്യ, സാംസ്കാരിക അഭിരുചികളെ വളർത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മലയാളി സമാജത്തിലുള്ള അക്ഷര പുരസ്കാരം നേടാൻ കൂടെ ഭാഗ്യമുണ്ടായി എന്നുള്ളത് ഞങ്ങളുടെ ഒരു വിശാഖപട്ടണത്തിൻ്റെ ചരിത്രത്തിൽ എനിക്കും നന്ദിരിക്കെല്ലാം അഭിമാനിക്കാവുന്ന വലിയ കാര്യമാണ്. ഞാൻ കാണുമ്പോൾ വെറും ഒരു വീട്ടമ്മ മാത്രമായിരുന്നു ഞാൻ പരിചയപ്പെടുന്ന കാലത്ത് നന്ദിനി. എപ്പോഴാണ് ഇവരെ യാത്രികയായ ഒരു സഞ്ചാരിയായത് എനിക്കെന്നെ വിസ്മയമാണ്. കാരണം വീടും കുടുംബവും എല്ലാം നോക്കി
നല്ലൊരു വായനക്കാരി ആയിരുന്നു എന്ന് മാത്രം എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇങ്ങനെ യാത്രയിലേക്ക് ഒറ്റയ്ക്ക് യാത്ര തിരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി മേഖലയായ ബസ്തറിലേക്ക് പോയി അവിടുത്തെ കാടുകളിലൂടെ ആദിവാസി മേഖലകളിലൂടെ ആദിവാസി മേഖലകളെ കുറിച്ചൊന്നും നമുക്കൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല. കാരണം നമ്മൾ ഓരോ ദിവസം നടക്കുന്ന സംഘടനകൾ ആ ദിവസങ്ങൾ തെലുങ്ക് പത്രങ്ങളിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എത്ര ഒരു 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 ഭയാശങ്ക നിറഞ്ഞ ഒരു അരക്ഷിതാവസ്ഥ നിറഞ്ഞ മേഖലയാണ് ബസ്തർ. ഓരോ ദിവസവും ഏറ്റുമുട്ടലുകളാണ് മാവോവാദികളും അവിടുത്തെ പോലീസ് സേനയും പട്ടാളവുമായിട്ടുള്ള എല്ലാ ദിവസവും ഇത് ബോംബ് സ്ഫോടനങ്ങൾ. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വലിയ വലിയ 100-50 പേരൊക്കെ മരിക്കുമ്പോഴാണ് നമ്മുടെ മലയാള പത്രങ്ങളിലും നമ്മുടെ മലയാളം ചാനലുകളിലും ഒക്കെ ഒരു വാർത്ത വരാം. അന്ന് അവിടെ ഏറ്റുമുട്ടൽ നിത്യ സംഭവമാണ്. അതിൻ്റെ ചെറിയ വിവരണമാണ് നേരത്തെ നന്ദിനി പറഞ്ഞത്. ഒരു നടന്നു പോകാൻ പോലും ഈ സമ്മതിക്കാത്ത ഒരു മേഖല, ഒരു ഭീകര അന്തരീക്ഷം, അത്തരം ഒരു മേഖലയെ കുറിച്ച് നമ്മൾ ആംജോ ബസ്തർ എന്നുള്ള കൃതി വായിക്കുമ്പോഴാണ് അവിടുത്തെ ഭയാനക രീതി, അവിടുത്തെ ജീവിത രീതി, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ഭാഷ എല്ലാം നമ്മൾ അറിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നന്ദിനി ഈ നമ്മുടെ ഇന്നത്തെ പരിപാടി മുഖ്യാതിഥി വന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും പ്രവർത്തിയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.